ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഉണ്ണിച്ചേട്ടൻ ഫാൻസ് അവിടെ കുറച്ച് ദിവസമായി നമ്മുടെ ഉണ്ണി മുകുന്ദന്റെ അപ്ഡേറ്റ്സോ കാര്യങ്ങളൊക്കെ ആയിട്ട്. കാരണം മാർക്കോന്റെ ഷോക്കിൽ എന്ന് പറയാൻ പറ്റില്ല, മാർക്കോന്റെ ഗംഭീര വിജയത്തിൽ, അതിന്റെ ആഘോഷത്തിലും അതിന്റെ കാര്യങ്ങളിലും ഫ്യൂച്ചർ പ്ലാൻസിലൊക്കെ ആയിരുന്നു മൂപ്പര്. സോ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, അദ്ദേഹത്തിന്റെ ഈ ഇറങ്ങാന്നുള്ള സിനിമ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് റിലീസായിട്ട് വരാൻ പോകുന്നത് ഗെറ്റ് സെറ്റ് ബേബി ആണെന്ന് നമുക്കറിയാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ട് തന്നെയാണ്. ഗെറ്റ് സെറ്റ് ബേബി റിലീസ് ആകുമ്പോൾ ഈ മാസം തന്നെ, ഈ മാസം 21-നാണ് റിലീസ് ആവുന്നത്. അതിന്റെ ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ട്, ഒന്ന് റിയാക്ട് ചെയ്യണമെന്നുണ്ട്. എനിക്കൊരു പുതിയ വീഡിയോ ചെയ്യാം. ഇനി അതിന്റെ എന്താ പറയാ പോസ്റ്റേഴ്സ് ഒക്കെ കുറച്ച് വരുന്നുണ്ട്. അപ്പം ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്നത് അതിനെ കുറിച്ചല്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഉണ്ണി മുകുന്ദന്റെ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. അതിൽ ആ പോസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാനൊരു കാര്യം നോട്ട് ചെയ്തിരുന്നു, അതിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതില് ലാലേട്ടന്റെ ബൈക്കിൽ, അതായത് ആ ബൈക്കിന്റെ നമ്പർ ML മോഹൻലാൽ 2255 എന്നൊക്കെയുള്ള ലാമ്പി പഴയ സ്കൂട്ടറിൽ ഇങ്ങനെ ലാലേട്ടനെ പോലെ തന്നെ ചെരിഞ്ഞിരുന്നിട്ട്, അത് ലാലേട്ടന്റെ വീട്ടിലുള്ള സ്കൂട്ടറാണ് അത്. സോ അദ്ദേഹത്തിന്റെ, അപ്പം എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട്. ബട്ട് അതിന്റെ ടൈപ്പ് ചെയ്തപ്പോൾ അതിൽ താഴെ ഒരു സംതിങ് ഒരു അനൗൺസ്മെന്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് L എന്നൊക്കെ ബോർഡിൽ വെച്ചപ്പോൾ എനിക്ക് തോന്നി ലാലേട്ടനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യമാണെന്ന് ഉറപ്പിച്ചിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും സർപ്രൈസിംഗ് ആയിട്ടുള്ള ആയിരിക്കുമോ, വല്ല സിനിമ കാര്യങ്ങളൊക്കെ ചിന്തിച്ചായിരിക്കണം. 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിന്റെ എന്താണ് റീസൺ എന്നുള്ള കാര്യം അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നു. വേറെ ഒന്നല്ല, സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം ഉണ്ണി മുകുന്ദന്റെ നെക്സ്റ്റ് റിലീസായ ഗെറ്റ് സെറ്റ് ബേബി കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ആശീർവാദ് ഫിലിംസ് ആണ്. സോ ലാലേട്ടനും ആന്റണി പെരുമാന്റെ കൂടെ ഉണ്ണി മുകുന്ദൻ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ സോഷ്യൽ മീഡിയ ഉണ്ട്. അതിലിപ്പം എന്താണ് ഒരു വലിയ കാര്യം എന്ന് വെച്ചാല്, എനിക്കറിയില്ല നമ്മുടെ ആശീർവാദ് ഫിലിംസ് എത്രത്തോളം സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് വലിയ ധാരണയില്ല. വളരെ കുറവാണ് എന്റെ വിശ്വാസം. ലാലേട്ടന്റെ സിനിമകൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന നമുക്കറിയാം ആശീർവാദ് സിനിമാസ്. ഉണ്ണി മുകുന്ദന്റെ ഈ സിനിമ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞ സിനിമ നമ്മള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അതൊരു ഗസ്റ്റർ ഓഫ്, എനിക്കറിയില്ല മേ ബി എന്താണെന്ന്. കാരണം അതൊരു സ്നേഹം, ഉണ്ണി മുകുന്ദനോടുള്ള സ്നേഹമാണ്. ലാലേട്ടനും ആശീർവാദത്തിനുള്ള ഒരു സ്നേഹമായിരിക്കും കാണിക്കുന്നത്. എന്തായാലും ഇങ്ങനൊരു സംഭവം, ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കാരണം കേരളത്തില് അദ്ദേഹത്തിന്റെ സിനിമ റിലീസാക്കുന്നത് ആശീർവാദ് സിനിമയാണ്. സോ ഞാൻ പ്രതീക്ഷിച്ചത് വളരെ വലിയ കാര്യങ്ങളായിരുന്നു. ഞാൻ മേ ബി ഇനി, കാരണം എത്ര പേര് അത് നോട്ട് ചെയ്തെന്ന് അറിയില്ല, ആ പോസ്റ്റ് ഉണ്ണി മുകുന്ദൻ 2 ദിവസം മുന്നിടുമ്പോൾ അത് ലാലേട്ടന്റെ സോങ്ങും വന്ദനത്തിലൊരു സോങ് ആയിരുന്നു. അങ്ങനെ കുറച്ച് ഹിന്റ് തന്നിരുന്നു. ബട്ട് ഞാൻ വിചാരിച്ചപ്പം നമ്മള് എന്താ പറയാ, ഇനി മൂവി ലാലേട്ടന്റെ കൂടെ എന്തായാലും മൂവി വരുന്നുണ്ടോ, അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പം വന്നത് ഈ ഒരു സംഭവമാണ്. അപ്പൊ സോ സന്തോഷം കുറവൊന്നുമില്ല എന്തായാലും. ബട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പം നമ്മള് മാർക്കോ എന്ന് പറഞ്ഞ ആ സംഭവത്തിന് ശേഷം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് നെക്സ്റ്റ് എന്താണ്. സോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും ലവബിൾ, ഏറ്റവും നെക്സ്റ്റ് ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജിൽ വരുന്ന ഉണ്ണി മുകുന്ദന്റെ ക്യാരക്ടറാണ് ഗെറ്റ് സെറ്റ് ബേബിയിലുള്ളത്. ഈ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതാണ് തോന്നുന്നത്. സോ ആ മാർക്കോന്ന് എന്താ പറയാ, മാർക്കോ എന്ന ക്യാരക്ടർ മാറ്റി വെച്ചിട്ട് നമുക്ക് വളരെ തിയേറ്ററിലൊക്കെ പോയിട്ട് രസിക്കാനും, നമുക്ക് തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമയായിരിക്കും. കാരണം എനിക്ക് അതിന്റെ പ്രതീക്ഷ വേറെ ആളും കൂടി ഉണ്ട്. അതിന്റെ ഡയറക്ടറാണ് വിനയ് ഗോവിന്ദ് പറഞ്ഞിട്ട്. ഞാൻ പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ കിളിബോയ് എന്ന് പറഞ്ഞ മലയാളത്തിന് ഒരു അറ്റംപ്റ്റും ഒന്നും ചെയ്യാതെ നിൽക്കുന്ന മലയാള സിനിമയിൽ ഒരു ഗംഭീരമായ നമ്മുടെ ഈ ഒരു എന്താ പറയാ, നമ്മളെ ഒരു ഇതുണ്ട്. അന്ന് നമ്മൾ അന്നത്തെ ടേം തന്നെ ന്യൂ ജനറേഷൻ മൂവി എന്ന് പറഞ്ഞ ടേമിന്റെ സ്റ്റാർട്ടിങ് കിളിബോയ് ആണ് സത്യത്തിൽ എന്റെ ഓർമ്മ വെച്ച് നോക്കുമ്പോൾ. അതിനുശേഷമാണ് അതിനോടനുബന്ധിച്ച് പല സിനിമകൾ വന്നത്. സോ അത് ഡയറക്ടർ വിനയ് ഗോവിന്ദാണ്. അതിനുശേഷം അദ്ദേഹം സിനിമ ആസിഫിൽ വെച്ചൊരു ഗംഭീര സിനിമ ചെയ്തിട്ടുണ്ട്. സോ അത് അത്യാവശ്യം വിജയമായ സിനിമയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിന്റെ പേര് ഓർമ്മയില്ല, ഞാനത് റെഫർ ചെയ്യാതെ അതൊന്ന് ചെക്ക് ചെയ്യാതെ വീഡിയോ ചെയ്താണ്. എന്നാൽ പോലും നല്ലൊരു സോങ് ഒക്കെ ഉള്ള ഈ പാട്ടുള്ള സിനിമയുടെ പേര് ഇപ്പോഴും കിട്ടുന്നില്ല. ഓക്കെ, ഇനിയിപ്പോ നോക്കിയിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. ആ സിനിമ അദ്ദേഹം ഡയറക്റ്റ് ചെയ്താണ്. ആ ഡയറക്ടറിലുള്ള വിശ്വാസമുണ്ട്. പക്ഷെ പിന്നെ ഉണ്ണി മുകുന്ദനിലുള്ള വിശ്വാസം, കാരണം അദ്ദേഹം ഭയങ്കര ചൂസിയാണ്, ഭയങ്കര സെലക്റ്റീവ് ആണ്. നല്ല സിനിമകളുടെ മാത്രം ഭാഗമാവുന്ന ഈ ടൈമിൽ അതൊരു നല്ല സിനിമയായിരിക്കും. സോ നമുക്ക് മാർക്കയ്ക്ക് ശേഷം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉണ്ണി മുകുന്ദനെ കാണാൻ ഫെബ്രുവരി 24 തിയേറ്ററിൽ. സോ അടുത്ത വീണ്ടും കാണാം. ബൈ.